പമ്പാ തീരത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയൻ 3.0 വേണ്ടി പച്ചക്കൊടി വീശിയ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോൾ പെരുന്ന ആസ്ഥാനത്ത് തലയിൽ കൈവച്ച് തളർന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സുകുമാരൻ നായർ നിന്ന് വിറയ്ക്കുകയാണ്. പെരുന്ന ആസ്ഥാനത്തേക്ക് SIT ഇരച്ചെത്തുമോ എന്ന ഭയമാണ് സുകുമാരൻ നായരെ വല്ലാതെ വേട്ടയാടുന്നത്. കാരണം സുകുമാരൻ നായരുടെ ശിങ്കിടിയാണല്ലോ അറസ്റ്റിലായിരിക്കുന്ന മുരാരി ബാബു. SITയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളുടെ എല്ലാവരുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സുകുമാരൻ നായരെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. പെരുന്ന ആസ്ഥാനത്ത് വലിയ ശക്തി കേന്ദ്രമായിട്ടാണ് മുരാരി ബാബു പ്രവർത്തിച്ചിരുന്നത്. അയാളെ ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായർക്ക് നേരെ വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതായത് മുരാരി ബാബു അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ തന്നെ സുകുമാരൻ നായർക്ക് നേരെ നായർ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നു. ഇത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരെയൊക്കെയാണ് ജനറൽ സെക്രട്ടറി പൊക്കിക്കൊണ്ടുവന്നതെന്നും കൊള്ളയുടെ വേര് തപ്പി NSS ആസ്ഥാനത്തേക്ക് ആരെങ്കിലും ഇരച്ചു കയറി എത്തിയാൽ കളി കാര്യമാകുമെന്നും നായർ ഗ്രൂപ്പുകൾ വലിയ പൊട്ടിത്തെറി നടത്തിയിരുന്നു. സുകുമാരൻ നായർക്ക് നേരെ പ്രതിഷേധം ഉന്നയിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി ചില പ്രസ്താവനകൾ നടത്തിയതിന് പിന്നാലെ പല കരയോഗങ്ങളിലും ഈ സുകുമാരൻ നായർ കട്ടപ്പയാണ് എന്നുള്ള രീതിയിൽ പല ഫ്ലക്സുകളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ പിന്നീട് പെരുന്ന ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ അവിടെ ഉണ്ടായിരുന്ന എതിർപ്പുകളെ എല്ലാത്തിനെയും അടിച്ചൊതുക്കുന്നതായിരുന്നു സുകുമാരൻ നായരുടെ ഒരു രീതി. എതിർപ്പുന്നയിച്ചവരെല്ലാം തന്റെ പക്ഷത്തേക്ക് എത്തിക്കാനും സുകുമാരൻ നായർക്ക് കഴിഞ്ഞു. സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. വിശ്വാസികളെ അടിച്ച് ചോര തൊപ്പിച്ച പിണറായി സർക്കാരിന് കുട പിടിക്കാൻ പോയ സുകുമാരൻ നായരെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ നായർ ഗ്രൂപ്പുകൾ. ഇതുകൂടാതെ BJP കോൺഗ്രസ് പക്ഷക്കാർ സുകുമാരൻ നായർക്ക് നേരെ വാളെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് സുകുമാരൻ നായർ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ശബരിമല വിഷയത്തിൽ, അതായത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നായിരുന്നു. അതായത് പിണറായി സർക്കാർ വിശ്വാസം സംരക്ഷിക്കും, അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനൊപ്പമാണ് എന്ന നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു സുകുമാരൻ നായർ ചെയ്തത്. ഇതുകൂടാതെ ഇനി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ കോൺഗ്രസിന്റെയോ BJPയുടെയോ പ്രതിനിധികൾ പെരുന്ന ആസ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്നും പൊട്ടിത്തെറിച്ചുകൊണ്ട് സുകുമാരൻ നായർ ഒരു ഉത്തരവിറക്കിയിരുന്നു. എല്ലാത്തിനുമുള്ള അടി പിന്നാലെ കിട്ടി. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് പിന്നാലെ ആയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഓരോരോ വിവാദങ്ങൾ പുറത്തേക്ക് വന്നതും ഇവരുടെ വിശ്വസ്തർ കുടുങ്ങിയതും മുരാരി ബാബു അറസ്റ്റിലായതും. മുരാരി ബാബു ഒരു പെരും കള്ളനാണ്. ഇയാളൊക്കെ ഈ NSS ആസ്ഥാനത്ത് എന്തിന് വളർത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് മാത്രമല്ല, മുരാരി ബാബു അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. കോടാനുകോടികളുടെ സമ്പത്തുള്ള ആളാണ്. ഇയാൾക്ക് എവിടെ നിന്ന് ഇത്രയും സമ്പത്ത് കിട്ടി? അതിലേക്കുള്ള അന്വേഷണം ശക്തമായി തന്നെ SIT നടത്തുന്നുണ്ട്. പെരുന്നയിൽ ഈ പറയുന്ന മുരാരി ബാബുവിന്റെ തേക്കിൻ കൊട്ടാരമാണല്ലോ ഉള്ളത്. ഇതിന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ SITയും അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പെരുന്ന ആസ്ഥാനത്ത് SITയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ കയറിയാൽ പണി പാളും. സുകുമാരൻ നായർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇളകി നിൽക്കുന്ന നായർ ഗ്രൂപ്പുകൾ സുകുമാരൻ നായരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ആ പേടിയിൽ ഇപ്പോൾ CPM ഓഫീസിലേക്ക് ഓടിക്കയറുകയാണ് സുകുമാരൻ നായർ. പിണറായി വിജയനോട് കാല് പിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്നൊന്ന് രക്ഷിക്കൂ. പെരുന്ന ആസ്ഥാനത്തേക്ക് SIT അന്വേഷണത്തിന് എത്തരുത് എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സുകുമാരൻ നായർക്കുള്ളത്. എന്നാൽ പിണറായി വിജയൻ നൈസായിട്ട് കൈമലർത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം അന്വേഷണത്തെ തടയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അറസ്റ്റ് തടയാനോ ഒന്നും സർക്കാരിന് കഴിയുന്നതല്ല. ആഭ്യന്തരമന്ത്രിയൊക്കെ തന്നെയാണ് പിണറായി വിജയൻ. പക്ഷേ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ ഒരു തരിമ്പ് പോലും എതിർക്കാനോ അത് തടയാനോ പിണറായി വിജയന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇപ്പോൾ SNDPയുടെയും NSSന്റെയും ഒക്കെ കാലുവാരി ഓടിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ആൾക്കാരാണ് പിന്തുണ പ്രഖ്യാപിക്കാൻ ജനറൽ സെക്രട്ടറി ചെന്ന് കയറി കൊടുത്തത്. സുകുമാരൻ നായർക്ക് ഇതിലും വലിയ അടിയൊന്നും ഇനി കിട്ടാനില്ല.
ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ പോലും ഒരക്ഷരം പ്രതികരിക്കാനില്ലാതെ തലയിൽ മുണ്ടിട്ട് ഓടുകയായിരുന്നു NSS ജനറൽ സെക്രട്ടറി. കാരണം വിശ്വാസം ഇടതുപക്ഷ സർക്കാർ സംരക്ഷിക്കും എന്നായിരുന്നല്ലോ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വെച്ചങ്ങലക്കിയത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പോലും വഴിതെറ്റിക്കാനുള്ള നീക്കമാണ് ഈ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുകയായിരുന്നു സുകുമാരൻ നായർ ചെയ്തത്. പക്ഷേ അതിനുശേഷം സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വന്നപ്പോൾ പിന്നീട് പ്രതികരിക്കാൻ പോലും സുകുമാരൻ നായർക്ക് കഴിഞ്ഞില്ല. സുകുമാരൻ നായരുടെ നാവിറങ്ങിപ്പോയോ എന്നുള്ള ചില വിമർശനങ്ങളും ട്രോളുകളും പല ഗ്രൂപ്പുകളിലും പുറത്തു വന്നിരുന്നു. ഈ നിമിഷം വരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരക്ഷരം പ്രതികരിക്കാൻ സുകുമാരൻ നായരും കൂട്ടരും തുനിഞ്ഞിട്ടില്ല. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇതിലും വലിയൊരു തിരിച്ചടി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പിണറായി പക്ഷത്തു നിന്ന് ഉണ്ടാകുമോ അല്ലെങ്കിൽ കിട്ടുമോ എന്ന ഭയത്തിലാണ് എങ്ങനെയും പിണറായിയുടെ അടുത്ത് നിന്ന് തലയൂരുക. ആ ഒരു നീക്കത്തിലേക്ക് NSS കടന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലമാണ് CPM തകർന്നടിഞ്ഞത്. ഇതോടുകൂടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തേക്ക് കാറ്റ് വീശുന്നു എന്നുള്ളത് ഏതാണ്ട് സുകുമാരൻ നായർക്കും നടേശനുമൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്ന നെപ്പിൽ പ്ലേറ്റ് മാറ്റി വലത്തോട്ട് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രതിസന്ധി ഉള്ളത്, ഇനി ശബരിമലയെ കുറിച്ച് സംസാരിക്കാൻ പെരുന്ന ആസ്ഥാനത്തേക്ക് കോൺഗ്രസോ BJPയോ വന്നേക്കരുതെന്നായിരുന്നു സുകുമാരൻ നായർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാൽ കോൺഗ്രസിന്റെ സഹായം തേടാനോ BJPയോടൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് സുകുമാരൻ നായർ വരുത്തി വച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യം. ഇത് മാത്രമല്ല, പെരുന്ന ആസ്ഥാനത്തേക്ക് SIT അന്വേഷണവുമായി എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം മുരാരി ബാബുവിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. ആ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം എടുക്കുന്നതിൽ മാത്രമല്ല, ഇത് കടത്തുന്നതിലും മുരാരി ബാബുവിനും പോറ്റിക്കും പത്മകുമാറിനും വാസുവിനുമൊക്കെ പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒരു സാധാരണക്കാരനായിരുന്ന മുരാരി ബാബു, അയാളുടെ വളർച്ച എത്ര പെട്ടെന്നായിരുന്നു, ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിലെ കാരണവും അന്വേഷിക്കേണ്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം ശബരിമലയിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ കൊള്ളയ്ക്ക് ഉൾപ്പെടെ എല്ലാവരും പങ്കാളികളായിട്ടുണ്ട്. അതിന്റെ എല്ലാം വലിയ സമ്പത്ത് ഈ കാട്ടുകള്ളന്മാരിലേക്ക് എത്തിയിട്ടുമുണ്ട്. പെരുന്ന ആസ്ഥാനത്ത് വലിയൊരു ശക്തി കേന്ദ്രമായി മുരാരി ബാബു പ്രവർത്തിച്ചിരുന്നു. അയാൾ പലരെയും തന്റെ ശിങ്കിടികളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി മുരാരി ബാബു വളർന്നു. അതിന് വളം വെച്ചു കൊടുത്തതിൽ പ്രധാനിയാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായരുടെ ശിങ്കിടിയാണല്ലോ മുരാരി ബാബു. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിന് എപ്പോൾ വേണമെങ്കിലും SIT പെരുന്നയിലെത്താം.